കുറ്റം ചെയ്ത അച്ഛനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും പോയി പറയാനുള്ള മനസ്സ്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം വീട്ടിൽ വന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അത് തെറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ നേർവഴിക്ക് കൊണ്ടുപോകാനേ നോക്കത്തുള്ളൂ. അല്ലാണ്ട് തല്ലി ആരും പഠിപ്പിക്കത്തില്ല. നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് അങ്ങനെ ചെയ്യരുത്. അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ മനസ്സിലാക്കിച്ചിട്ട് അവർ പ്രശ്നം ഇനിയും റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാനേ അവര് നോക്കാറുള്ളൂ. അത് വീട്ടുകാരാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. ഈ ഇത്രയും കുറ്റകൃത്യങ്ങൾ വരാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരു ചോദ്യം. അച്ഛൻ പണ്ട് കാലത്ത് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്, അന്നേരം മക്കള് പേടിച്ചിട്ട് ഈ പറയുന്ന പോലെ ഇത്രയും വർഷം എടുക്കും അച്ഛനോട് ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ. അതൊരു നെഗറ്റീവാണ്, അതല്ല ഞാൻ പറയുന്നത്. അച്ഛന് നല്ല പേടിയുണ്ടല്ലേ? ഭയം എന്ന് പറഞ്ഞല്ലോ, എന്തിനാണ് ഈ കുടുംബത്തില് അച്ഛനെ കാണുമ്പോ ഇത്ര ഭയക്കേണ്ടത്? പണ്ടുള്ള അമ്മമാര്, എന്റെ അമ്മയാണെങ്കിലും അച്ഛൻ കുടുംബത്തേക്ക് വന്നു കഴിഞ്ഞാൽ അയ്യോ അച്ഛൻ വന്നു കേട്ടോ, അച്ഛൻ വന്നു, ഏതോ പുലിയോ സിംഹമോ വന്നതുപോലെയാണ് എന്റെ മുമ്പിൽ അച്ഛൻ വന്ന് കാണുമ്പോൾ. ആ ട്രോമ എനിക്ക് ഇന്നും ഉണ്ട്. ഞാൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സത്യം പറഞ്ഞ കാര്യം. എന്റെ അമ്മ എന്നെ ട്രീറ്റ് ചെയ്തത് അങ്ങനെ ഒരു രീതിയാണ്. ഞാൻ ചോദിക്കുന്നുണ്ട് ഇപ്പോഴും, ഞാൻ അമ്മയോട് ചോദിക്കണം, എന്തിനാണ് അച്ഛനെ കാണുമ്പോൾ ഇത്ര ഭയം വേണ്ടത്? ഇപ്പൊ ഈ പറഞ്ഞില്ലേ ഈ ഭയം കൊണ്ട് എന്തോ നേടി? ഒന്നും നേടാനില്ല. അദ്ദേഹം ഇപ്പൊ ഒറ്റയ്ക്കാണ് താമസം. അമ്മയെ ഭയമായിരുന്നു, അച്ഛന് ഭയങ്കര ഇഷ്ടം, അമ്മയെ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. ആ ഭയം കൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചില്ലേ? 3-4 ഗെയിം നേടി. മരത്തിൽ കയറാൻ, കിണറ്റിലിറങ്ങാൻ, അതേപോലെ ആറ്റിൽ നീന്താൻ. അമ്മ പേടിച്ച് അച്ഛൻ വരുന്നവരെ ഞാൻ ചിലപ്പോൾ മരത്തിന്റെ ഇവിടെ ഇരുന്നിട്ടുണ്ട് അടി കിട്ടാം. അമ്മ അതുപോലെ ഉപദ്രവിക്കായിരുന്നു. അതൊരു ഭയമാണ്. അമ്മ അടിക്കുമെന്ന് അച്ഛന്മാരെ ഇത്ര ഭയക്കേണ്ട കാര്യം. ഈ അച്ഛന്മാരല്ലേ അവരുടെ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് ഇവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് സ്നേഹത്തോടെ പെരുമാറാലോ. എങ്ങനെ പെരുമാറാനോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ കേരളം 1960 മുതൽ 2010 വരെ പ്രവാസികളായ അച്ഛന്മാര് സ്വന്തം മക്കളെ കാണാതെ ഇരുന്ന് അവിടുന്ന് കാശ് അയച്ചിട്ടാണ് ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും പഠിച്ചതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതെ അതെ അല്ലേ? അത്രയും സാക്രിഫൈസ് ചെയ്ത് ഒരാൾ ഒരു 6 മാസം വന്ന് നിൽക്കുമ്പം കുറച്ച് സമാധാനം അവരുമായിട്ട് കുട്ടികളുമായിട്ട് ഒന്ന് സ്നേഹത്തോടെ ഇരിക്കണമെന്ന് പറയുമ്പം ഈ കുട്ടികൾ ഇവരോടൊത്ത് പോവില്ല. മനസ്സിലായില്ലയോ? അപ്പൊ അതിലൊരു ചെറിയ ദേഷ്യങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലയോ? അതുപോലെ തന്നെ എപ്പോഴും ഒരു ആണിന്റെ സ്നേഹപ്രകടനം ഡിഫറെന്റ് ആയിരിക്കും, ഒരു അച്ഛന്റെ സ്നേഹപ്രകടനം എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു തെറ്റ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് വീണ് കഴിഞ്ഞാൽ അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീണ് എണ്ണീറ്റ് പോട്ടെ. പക്ഷെ ഒരു അമ്മയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ കുട്ടിയെ വാരി എടുത്ത് എന്ത് പറ്റി മോള് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അമ്മയുടെ സ്നേഹം. അച്ഛന്റെ സ്നേഹം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അത് ആദ്യം മനസ്സിലാക്കുക. ആക്ച്വലി ഇത് രണ്ടും വേണം എന്നല്ലേ നമ്മൾ പറഞ്ഞു. ഇത് രണ്ടും വേണം. പക്ഷെ അപ്പോഴാണല്ലോ ഒരു കുട്ടി നന്നായിട്ട് വളരുന്നത്. അല്ല, ഇവര് പേടിയാന്നാ പറയുന്നത്. ഇവര് പേടിയാന്നാ പറയുന്നത് അച്ഛനോട്. ചില ആൾക്കാരുടെ കാര്യത്തിൽ അത് ഭയം തന്നെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഭയം തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.